ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും ഓറിയോ ബിസ്ക്കറ്റ് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പ് തയ്യാറായി. ചൂടാറാനായിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. കേക്കിലേക്കുള്ള ക്രീമായിട്ട് എടുക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റാണ്. ഇതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടെടുക്കാം. ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റും ക്രീമും വേറെ ആക്കിയിട്ടുണ്ട്. ഇനി ക്രീമൊന്ന് മാറ്റി വെക്കാം. ബിസ്ക്കറ്റ് മുഴുവനായിട്ടും നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ് ക്രീമാക്കി എടുക്കണം. അതിന് വേണ്ടി കുറേശ്ശെ പാൽ വെച്ചെടുത്ത് ക്രീമിയാക്കി എടുക്കാം. കുറേശ്ശെ പാൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ക്രീമിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ക്രീം ലൂസായി പോവും. ഏകദേശം ഒരു കപ്പും കുറച്ചും പാൽ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കുന്ന കേക്കിലേക്കുള്ള ക്രീം ഇവിടെ റെഡിയായി. ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റിനുള്ളിലെ ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 2 സ്പൂണ് പാൽ ഒഴിച്ചെടുത്ത് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രീം ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടോ. മക്കളെ പുസ്തകം പൊതി കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ കടലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കോണാക്കി പിടിക്കൂലേ, അതുപോലെ ഉണ്ടാക്കിയതാണ്. കേക്ക് ഉണ്ടാക്കാനായിട്ട് 12 കഷ്ണം ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ബ്രെഡ് നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ഈ ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്രീമിൻ്റെ മുകളിൽ ഓരോ ബ്രെഡായി വെച്ച് കൊടുക്കാം. ബ്രെഡൊക്കെ ലെവൽ ചെയ്ത് നമ്മൾ കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. സാധാരണ തയ്യാറാക്കുന്ന കേക്കിനെക്കാട്ടിയും കുറച്ചും കൂടെ അധികം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ബിസ്ക്കറ്റ് കൊണ്ട് തയ്യാറാക്കിയ ക്രീം ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. കത്തി കൊണ്ടാണ് ഞാൻ ഈ ക്രീം തേച്ച് കൊടുക്കുന്നത്. കേക്ക് ഉണ്ടാക്കുന്ന ഒരു ടൂൾസ് ഇല്ലെങ്കിലും എങ്ങനെ കേക്ക് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ഞാൻ ഈ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ 3 ലെയറായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ബ്രെഡ് എടുക്കുമ്പോൾ ഒരേ വലുപ്പത്തിലുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനെടുത്തത് ചിലത് വലുതും ചിലത് ചെറുതൊക്കെ ആയിപ്പോയി. ബ്രെഡ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബേക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കേക്ക് റെഡിയായി കിട്ടും. 3 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 4 ലെയർ 5 ലെയറൊക്കെ ആക്കി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് ഈ ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കേക്ക് മുഴുവനായിട്ടും ക്രീമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പൈപ്പ് ബാഗിലേക്ക് ആക്കി വെച്ച ക്രീമെ കൊണ്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെക്കാട്ടും ഉഷാറായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിതിനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ബിസ്ക്കറ്റിനുള്ള ക്രീം ഉണ്ടല്ലോ, അത് 2 സ്പൂൺ പാൽ വെച്ചിട്ടാണ് ഞാനിത് ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. 2.5 സ്പൂൺ പാൽ വെച്ചിട്ട് ലൂസാക്കണം കേട്ടോ. അത് പൈപ്പ് ബാഗിൽ നിന്ന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നല്ലോണം പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ 2.5 സ്പൂൺ പാൽ വെച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. ഓറിയോ ബിസ്ക്കറ്റും ബ്രെഡും വെച്ചിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ.